റഹീം എം പി തത്സമയം പ്രതികരിക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക്. അത് ഉമീദ് പോർട്ടലിലേക്ക് മാറ്റി എന്നുള്ളത് പുതിയ നിയമപ്രകാരമുള്ള ഒരു പുതിയ സംവിധാനമാണ്. ആ സംവിധാനത്തിൽ സാങ്കേതികമായി മാറ്റി, അത്രയേ ഉള്ളൂ. അങ്ങ് എന്താണോ അവകാശവാദം ഉന്നയിച്ചത്, ആ അവകാശവാദത്തിൽ നിന്ന് മാറാനിടയുള്ള ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പറയാനുള്ളത്, ശ്രീ വി ഡി സതീശൻ ഒന്നുകിൽ ജനങ്ങളോട് പറയണം, ഞാനങ്ങ് ഒരു ആവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണങ്ങ് കുറ്റസമ്മതം നൽകും, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസ്സാര കാര്യമാണ് എന്നങ്ങ് കുറ്റസമ്മതം നടത്തും, പ്രശ്നമല്ല. വേറെ ആരുടെയും പെടലേക്ക് കൊണ്ട് വെക്കണം. ഇനി ഒരു കാര്യം വളരെ വ്യക്തമായി പറയാനുള്ളത്, വഖഫ് ബോർഡിൽ ഞാനിപ്പോൾ അങ്ങായത് ഒരു എം പി അങ്ങനെ വരണം എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ഒരു എം പി എന്ന നിലയിൽ എന്നെ അതിലേക്ക് വെച്ചത്. തീർച്ചയായും വഖഫ് ബോർഡിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയമോ വ്യത്യസ്ത സംഘടനകളുമായുള്ള ബന്ധമൊക്കെ കാണും. പക്ഷേ വഖഫ് ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിനെ അങ്ങ് ആ റെസ്പെക്റ്റുള്ള കാണണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഞങ്ങളെല്ലാവരും അതിൽ പ്രവർത്തിക്കുമ്പോഴും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അതിനുള്ളിലെ CPIM എന്ന നിലയിൽ ശ്രീ വി ഡി സതീശനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ പാർട്ടി പോലല്ല ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾ വളരെ റെസ്പോൺസിബിളായി ഇതാ പറയുന്നു. ആ വഖഫ് ബോർഡിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കലി അപ്പോയിൻമെൻ്റ് എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയാണ്, എന്തെങ്കിലും പറഞ്ഞിട്ട് പോയേക്കരുത്. വളരെ റെസ്പോൺസിബിളായി പറയുന്നു, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അങ്ങയുടെ ഗവൺമെൻറ് എന്തു ശരിയായ നിലപാട് സ്വീകരിച്ചാലും ഈ പ്രശ്നം കേരളത്തിൻ്റെ കമ്മ്യൂണൽ ഹാർമണിയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടു തന്നെയായിരിക്കും ഞങ്ങളെടുക്കുക. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇത് സംബന്ധിച്ച് വളരെ സാർത്ഥകമായ ചില നിലപാടുകൾ സ്വീകരിച്ചു. കമ്മീഷന് വെച്ചു, കമ്മീഷന് മേൽ സബ് കമ്മിറ്റി വെച്ചു, അത് സംബന്ധിച്ച് പരിശോധന നടത്തി. ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ട് അന്നത്തെ ഈ വഖഫ് ബോർഡ്, ആ സമയത്തുണ്ടായിരുന്ന വഖഫ് ബോർഡ്, ഞാനതിലങ്ങല്ല, ആ വഖഫ് ബോർഡ് എന്ത് സമീപനം എടുത്തത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായ സമീപനമാണ് സർക്കാരിനോട് എടുത്തത്. അതുകൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരാളെ ഇപ്പോഴുള്ള ഈ സാധുക്കളായ മനുഷ്യരില്ലേ, ഈ അവിടെയുള്ള അവിടെ പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങളുണ്ട്, അവിടെ പല ഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവിടെ ഈ സ്വത്ത് പലരിൽ നിന്നായി വാങ്ങിയ ആളുകളുണ്ട്, അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. വളരെ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, അതിലേതെങ്കിലും ഒരാളെ ഏകപക്ഷീയമായി കുടിയിറക്കി വിടുന്നതിനോ അവിടെ ഏതെങ്കിലും ആളുകളുടെ ഈ പ്രശ്നത്തിൽ എന്താൽ കടിച്ചാൽ പൊട്ടാത്ത ഏതെങ്കിലും ഒരു വിദണ്ഡവാദം ഉയർത്തിയോ ആ വഖഫ് ബോർഡിലെ ഒരു ഇടതുപക്ഷ അംഗവും നിൽക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ ലൈൻ അതല്ല, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കലല്ല. ഉയർന്നു വരുന്നൊരു പ്രശ്നത്തെ രമ്യമായി പരിഹരിക്കുന്നതിന് വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്ന നിലയിൽ അതിൽ മേൽ നിഷ്കർഷിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിക്കുക. ഗവൺമെൻറ്റാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സംസാരിച്ച് അതിൽ ഏറ്റവും ഉചിതമായ നിയമപരമായി നിലനിൽക്കുന്ന, എന്നാൽ അതേസമയം ഇരകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക്, അവർക്കോ മറ്റേതെങ്കിലും ആരാധനാലയത്തിനോ ഇനിപ്പോട്ടെ കേരളത്തിൻ്റെ കമ്മ്യൂണൽ ഹാർമണിക്കോ ഒരു പ്രയാസവുമില്ലാത്ത വിധമുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്.